ഷഫീദ്, തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടൊക്കെ ആയോ? എന്താണ് വിവരങ്ങൾ? വേണു, നമുക്കറിയാവുന്ന പോലെ തന്നെ പലതരത്തിലുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നുമായി ഉണ്ടായ മഴയിലാണ് തിരുവനന്തപുരം ചാലയിലെ, അതായത് നഗരത്തിന്റെ ഹൃദയഭാഗമായ ചാലയിലെ പല സ്ഥലത്തും പല റോഡുകളിലും, പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ്, അവിടെ പല റോഡുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നടന്നു പോകുന്നത് നമ്മുടെ ഈ കൊത്തുവാൾ സ്ട്രീറ്റ് ആണ്, ചാലയിലെ കൊത്തുവാൾ സ്ട്രീറ്റ് ആണ്. അതായത് പ്രധാന കവാടമായ ചാലയുടെ പ്രധാന കവാടത്തിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് മുട്ടോളം വെള്ളം അത് പലയിടത്തും കയറി എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപാരികളടക്കം പല ആളുകളും കാര്യമായി വലഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇങ്ങനെ പലതരത്തിലുള്ള വിൽപ്പനകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അടക്കം കാര്യമായിട്ടുള്ള വെള്ളം കയറി എന്നുള്ളതാണ്. അമ്മ, ഇത് എപ്പോഴാണ് ഈ വെള്ളം ഇത്രയും കയറിയത്? വണ്ടി കയറുമ്പോ വീട്ടിന്റെ അകത്ത് കയറും. പെട്ടെന്ന് കയറിയതാണോ? രാവിലെ പെയ്ത മഴയിൽ പെട്ടെന്ന് കയറിയതാണോ? പെട്ടെന്ന് കയറി. ഇപ്പം ആൾക്കാരൊന്നും വരുന്നില്ല, മാത്രമല്ല ഈ സാധനത്തിനകത്തൊക്കെ വെള്ളം കയറുക. ഒന്നും വിൽക്കാൻ പാടില്ലല്ലോ, ആൾക്കാരെ വരണ്ടേ. ഇവിടെ ഈ കച്ചവടം നടക്കുന്ന ഒരു അമ്മയാണ്, ആ അമ്മയുടെ ബൈറ്റാണ്. നമ്മൾ ഈ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് പാടയെ കയറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്ത് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ അശാസ്ത്രീയമെന്ന് പലതരത്തിൽ ആരോപണം ഉയർന്നൊരു സ്ഥലത്ത് വീണ്ടും ഇത്തരത്തിലൊരു വെള്ളക്കെട്ടുണ്ടായത്. വലിയ തരത്തിൽ കച്ചവടത്തെ ബാധിച്ചു, മാത്രമല്ല വ്യാപാരികളെ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് ലൈവായി കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ചേച്ചി വെള്ളത്തിൽ വീഴുന്നൊരു സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ. പ്രത്യേകിച്ച് ഈ 2 ഭാഗത്തും ഓടകളും കുഴികളും ഒക്കെയാണ്. ഇപ്പോൾ ആ ചേച്ചിയാണ് ആ വെള്ളത്തിലേക്ക് വീണത്. ആ കുഴിയിൽ വീണൊരു കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ അത് ചേച്ചി എന്തെങ്കിലും പറ്റിയോ? ചേച്ചി സൂക്ഷിച്ചു പോകണം. വേണു, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് ഇച്ചിരി ഗുരുതരമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചേട്ടാ, ഇത് ഇങ്ങനെ ഈ ചെറിയ കുഴികൾ ഇതിനകത്തുണ്ടല്ലേ? ഇതിനകത്ത് കുഴിയേ ഉള്ളൂ, അവിടെ സൈഡിലൊന്നും സ്ലാബില്ല. സ്ലാബുകൾ മുക്കിയതും കഴിഞ്ഞ മാസമല്ലേ ഇതിന് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. അത് തുടങ്ങിയിട്ട് തന്നെ കുറെ ദിവസമായി. പക്ഷേ തുടങ്ങിയിട്ട് ആ പണികളൊന്നും നടക്കണില്ല. പണി പൂർത്തീകരിച്ചാൽ ഒരു പക്ഷേ വെള്ളം കയറില്ലായിരുന്നല്ലേ? പണി പൂർത്തീകരിച്ചാൽ ഇത്രയും വെള്ളം കാണൂല, വെള്ളം കുറയും. മൊത്തത്തിൽ ബുദ്ധിമുട്ടായി, വാഹനങ്ങൾ അവിടെ കിടക്കാൻ തോന്നുന്നു. ഷഫീദിലേക്ക്